ഇന്ന് നമുക്ക് ഒരു ഡ്രോ സ്ട്രിങ് പൗച്ച് ഉണ്ടാക്കാം. വലുതൊന്നുമല്ല, ഒരു ചെറുത്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഇത് തന്നെ ചെയ്യണ്ടേ. ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 2 കളർ യാണാണ്. ഞാനിവിടെ റെഡും വൈറ്റും കളർ യാണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹുക്ക് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 mm ഹുക്കാണ്. നിങ്ങൾ നിങ്ങളുടെ യാണിന് പറ്റിയ ഒരു ഹുക്ക് എടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും വേണ്ട കുറച്ച് സാധനങ്ങൾ, കത്രിക, സൂചി, അതുപോലെ തന്നെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സേഫ്റ്റി പിൻ എടുക്കാവുന്നതാണ്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ മതി. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പൗച്ച് അല്ലെങ്കിൽ ബാഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ, ആ ഒരു സംഭവമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബേസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സ്മൂത്തായിട്ട് വെക്കോളും. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പം എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പം ചെയിനാകും. ഇതേപോലെ 21 ചെയിനാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ 21 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് റോയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 2 ചെയിൻ വിട്ടതിന് ശേഷം 3ാമത്തെ ചെയിനിലേക്കാണ് ഹുക്കിനെ കയറ്റുന്നത്. ഞാനിപ്പോൾ വലിക്കുന്നതിനെ നമ്മൾ ചെയിനായിട്ട് കൂട്ടത്തില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആദ്യത്തെ 2 എണ്ണം, അത് കഴിഞ്ഞുള്ള 3ാമത്തേതിലേക്കാണ് നമ്മൾ ഹുക്കിനെ കയറ്റുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യാണി ഒന്ന് ചുറ്റിയിട്ട് നമ്മുടെ 3ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ കയറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ പിന്നെയും 3 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് അതിൽ ആദ്യത്തെ 2 ലൂപ്പ് വഴി മാത്രം വലിക്കുക. പിന്നെയും നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഡബിൾ ക്രോഷ്യാകും. അപ്പം ഇനി ഇതേപോലെ 17 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കണം. ടോട്ടൽ 18 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 18 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ചെയിനും കൂടെ വരുന്നുണ്ട്. അതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ചെയിനിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഓരോരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 17 ഡബിൾ ക്രോഷ്യയാണ് ഇനി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ലിപ്പ് നോട്ട് ഇട്ട യാണിനെ ആ കൂട്ടത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകുക. അപ്പം അതവിടെ മറഞ്ഞിരുന്നോളും. നമുക്കിനി എക്സ്ട്രാ ആയിട്ട് മറച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാനിവിടെ 17 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ വരും. ആ സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ സ്റ്റിച്ചിലാണ് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പം നമ്മുടെ പൗച്ചിൻ്റെ ബേസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ നിന്ന് പുറകോട്ട് എണ്ണി നോക്കുക. ടോട്ടൽ 40 ഡബിൾ ക്രോഷ്യയാണ് വരുന്നത്. അപ്പം 40ാമത് വരുന്ന ഡബിൾ ക്രോഷ്യയിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഈ 40 വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത 18, അതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 17 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞൊരു 2 എണ്ണം കൂടെ ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 40 വരുന്നത്. അപ്പം 40ാമത് വരുന്ന ഇതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ, അതിൽ നമ്മൾ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതെന്തേലും വെച്ച് കൊടുക്കണം. കാര്യം ഇനി ചെയ്യുമ്പം അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ റോ 2 ആണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 ചെയിൻ ചെയ്യണം.
ഇനി നമ്മൾ ഈ ഒരു 40 ഡബിൾ ക്രോഷ്യ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് 40 എണ്ണമാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത ആ ഒരു സേഫ്റ്റി പിൻ കുത്തിയല്ലോ, അവിടെ വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വി പോലെ കാണുന്ന ഇതിലേക്കാണ് നമ്മൾ ഹുക്കിനെ കയറ്റുന്നത്. പിന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ ഇതേപോലെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സോ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഡബിൾ ക്രോഷ്യയിൽ വെച്ച് കൊടുക്കാം. കാര്യം ഇനി അത് പുറകോട്ടെണ്ണി 40 വരെ എണ്ണി തപ്പി കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നതിലും ലാസ്റ്റ് ചെയ്യുന്നതിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ ഒരു റൗണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പം നിങ്ങൾ 2 ചെയിൻ ചെയ്ത് കൊടുക്കണം. എല്ലാ റൗണ്ട് കഴിയുമ്പോഴും ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 2 ചെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് അടുത്ത റോ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഇത് ഏകദേശം പൊങ്ങി വരുന്നുണ്ട്. ഇനി 3ാമത്തെ റോ മുതൽ 10ാമത്തെ റോ വരെ നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെ റിപ്പീറ്റാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് 40 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല. ജസ്റ്റ് ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഞാനൊന്ന് എടുത്തു വെച്ചതേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ 9 റോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് 10ാമത്തെ റോയും കൂടെ ചെയ്ത് കൊടുക്കണം. ഈ 10ാമത്തെ റോയിലും നമ്മൾ എപ്പോഴും ചെയ്തതുപോലെ തന്നെ 40 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് 40 എണ്ണം. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മളിനി ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ആ സേഫ്റ്റി പിൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് ഇവിടെ അല്ലെങ്കിൽ കുഞ്ഞു ബാഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ആ യാണിനെ ഒന്ന് കുറച്ച് വലിച്ചിട്ട് ബാക്കി മുറിച്ച് കളയുക. എന്നിട്ട് ഈ ഒരു യാണിനെ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് തുന്നി സെറ്റാക്കി കൊടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു സൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ യാണിനെ തൊട്ട് അപ്പുറത്തുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് ആദ്യം തന്നെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അതൊന്ന് അവിടെ സെറ്റായിട്ട് നിൽക്കണമല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയിൻ 1 ഇട്ടതിന് ശേഷം മുറിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയിൻ 1 ഇടുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് മുറിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് ഇതേപോലെ കയറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ കാണാനായിട്ട് ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്തെ പാറ്റേൺ ആണ്. ഈ പുറം ഭാഗം കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അകത്തെ ആ ഒരു ഡിസൈനാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചസൊക്കെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് അകത്താണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നേരെ അതിനെ ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പം നോക്കുക അകത്തെ ആണോ പുറത്തെ ആണോ നല്ലതെന്ന്. എന്നിട്ട് നല്ലതായിട്ട് വരുന്നത് മറിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാക്കി വന്ന ആ ഒരു യാണിനെ അകത്തായിട്ടാണ് തുന്നി കൊടുക്കേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ മറിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനതപ്പോൾ ഓർത്തില്ല. എല്ലാം മറിച്ച് കഴിഞ്ഞാണ് ഓർത്തത് ഈ യാണിനെ ഇതിൻ്റെ അകത്തേക്ക് തുന്നി കയറ്റി കൊടുക്കണമല്ലോ എന്ന്. അപ്പം ഒരു 2-3 സ്റ്റിച്ചിലൂടെ നമ്മൾ ഈ യാണിനെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്നതിനെ മുറിച്ച് കളയുക. നേരെ മുറിച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2-3 സ്റ്റിച്ചിലൂടെ കയറ്റി കൊടുത്തതിന് ശേഷം മുറിക്കുന്നത്. ഇനി നമ്മൾ സ്ട്രിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രോ സ്ട്രിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ നേരെ ഹുക്കിലേക്ക് കയറ്റിയതിന് ശേഷം ചെയിനാണ് ചെയ്യുന്നത്. ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും ചെയിനാകും. ഇതേപോലെ 70, 80, 90, 100 എത്ര ചെയിൻ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ നമ്പറുകളിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എത്ര ചെയിൻ ചെയ്തു എന്നുള്ള കാര്യം മറന്നുപോയി.
ചെറിയ യാണുകളൊക്കെ ആണെങ്കിൽ 90-100 ചെയ്യേണ്ടി വരും. കുറച്ചും കൂടെ വലിയ സൈസുള്ള യാണാണെങ്കിൽ 70-80 ചെയ്താൽ മതി. ഞാൻ എടുത്തത് ചെറിയ യാണായിരുന്നു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ 90-100 ആണ് ചെയ്തതെന്ന്. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ ചെയിനും കൂടെ ചെയ്തിട്ട് കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിടുക എന്ന് പറഞ്ഞാൽ ചെയിൻ ഇട്ടു എന്നിട്ട് അതിനെ അങ്ങ് മുറിച്ചെടുത്തു. ഇത്രയും ചെയ്ത സ്ട്രിങ്ങായി. ഇനി നമ്മുടെ സ്ട്രിങ്ങിനെ ഇതിലേക്ക് കയറ്റുവാണ്. അപ്പം ഈ മോളിൽ കാണുന്നതാണ് ഫസ്റ്റ് റോ. അതിൻ്റെ താഴെയുള്ള സെക്കൻഡ് റോയിലേക്കാണ് നമ്മളിപ്പം ഈ ഒരു സ്ട്രിങ്ങിനെ കയറ്റാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു സൂചിയുടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. അപ്പം ഈ കാണുന്ന റോയിലേക്കാണ് ഞാൻ കയറ്റുന്നത്. ഞാൻ സൈഡിൽ നിന്നാണ് കയറ്റുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ 2 സ്റ്റിച്ച് കണ്ടോ, ഈ 2 സ്റ്റിച്ചിൻ്റെ അടിവഴി കയറ്റി കൊടുക്കുക. എന്നിട്ട് അടുത്ത വരുന്ന 2 സ്റ്റിച്ച് വിട്ടതിന് ശേഷം അത് കഴിഞ്ഞുള്ള 2 സ്റ്റിച്ചിൻ്റെ അടിവഴിയാണ് കയറ്റി കൊടുക്കുന്നത്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത 2 എണ്ണം വിട്ടതിന് ശേഷം അത് കഴിഞ്ഞുള്ള 2 എണ്ണത്തിൻ്റെ അടിവഴിയാണ് കയറ്റി കൊടുക്കുന്നത്. ഇനി ഇതേപോലെ 2-3 എണ്ണത്തിൽ കയറ്റിയതിന് ശേഷം വലിച്ച് പോകുക. അങ്ങനെ ഞാൻ തുടങ്ങിയിടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം അവസാനത്തെ 2 സ്റ്റിച്ച് വഴിയും കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ തുടങ്ങിയിടത്ത് എത്തിയല്ലോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇതേപോലെ വലിച്ചൊക്കെ നോക്കുക, നമ്മുടെ സംഭവം സെറ്റ് ആവുന്നുണ്ടോ, ഇതേപോലെ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനു മുമ്പ് ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം വേണ്ടതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ 2 അറ്റവും ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ടല്ലോ, അതിനെ ഏകദേശം ഒരേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഊരിപ്പോകാത്തതുപോലെ ഒരു കെട്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കി വരുന്നതിനെ ഒന്ന് മുറിച്ച് കളയുക. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഓപ്ഷണൽ എന്ന് പറഞ്ഞത്. അതിനായിട്ട് ഇതേപോലെ 2 ഫ്ലവർ ചെയ്തെടുക്കണം. ഈ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെ നമ്മളിപ്പോൾ ആ ഒരു കെട്ടിട്ട് കൊടുത്തല്ലോ, ആ സ്ട്രിങ് 2 കൂടെ കൂട്ടി വെച്ചിട്ട് കെട്ടിട്ട് കൊടുത്തല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം 2 സൈഡിലും ഓരോന്ന് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം ചെയ്തെടുക്കുന്നത്. സംഭവം ആ ഒരു കെട്ടിട്ട് അങ്ങനെ കിടക്കുമ്പം അതൊരു രസമില്ലല്ലോ. അപ്പം നമുക്കവിടെ 2 ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യാനും പറ്റും. എന്തായാലും ഒട്ടിയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ഡ്രോ സ്ട്രിങ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോ സ്ട്രിങ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഇതിന് ഞാനൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്ക്. അപ്പം ആ കാര്യം അങ്ങ് കഴിയുമല്ലോ. ഇനിയും ഇതേപോലത്തെ അടിപൊളി ക്രോഷ്യ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ.